എൻ്റെ മോളുടെ പിറന്നാളാണ് മാർച്ച് 10, 2020 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പോലീസുകാർ വീട്ടിൽ കയറി വരികയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾക്കെതിരെ ചീറ്റിംഗ് കേസ് ഉണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ്. വിശ്വസിക്കില്ല സർ, വീടിൻ്റെ 4 വശത്തും പോലീസിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ഓടിയ പിടിക്കാനായിട്ട്. ആ ഗുളിക എടുത്ത് കഴിക്കുകയാണ്. പക്ക ആത്മഹത്യാശ്രമം, ക്ലീശേ ആത്മഹത്യാശ്രമത്തിലേക്ക് പോയി. അപ്പോഴേ സാറ് പറഞ്ഞതാണ്, ഇവൾ ഓവർ സ്മാർട്ടാണ്, ഇവൾ എന്തെങ്കിലും കാണിക്കും, ഒറ്റയ്ക്ക് വിടണ്ടിയിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റ് സ്ക്രിപ്റ്റഡ് ആണ്. ഒരു പോലീസ് ഓഫീസർ പറയാണ്, നിന്റെ ഭർത്താവിനെ ഇന്ന് രാത്രി നിന്റെ അടുത്ത് വേണമെങ്കിൽ ഈ കേസ് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്യും, കൊച്ചിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് നിന്റെ കട നശിപ്പിച്ച് കളയും. ഒക്ടോബർ 20, 2023 കത്തിക്കുകയാണ്. കത്തിച്ചു കട. ആ ഒരു ഫൈറ്റ് എനിക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. സമൂഹം മുഴുവൻ താങ്കളെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ ക്രെഡിബിലിറ്റിയെ പോലും ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. നിരവധി വനിതാ സംരംഭകർ വിജയിച്ച നാടൊന്നുമല്ല നമ്മുടേത്. എന്നാൽ വിജയിച്ച സംരംഭകരും ഉണ്ട്. വനിതകൾ സംരംഭം തുടങ്ങിയാൽ ചാലഞ്ചസ് കുറവാണോ കൂടുതലാണോ? കൂടുതലായിരിക്കാം. എന്നാൽ പുറകിൽ നിന്ന് കുത്തി തിരിച്ചു വരാൻ വലിയ പാടാണ്. കേരളത്തിൽ അറിയപ്പെടുന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കുക, എന്നാൽ ആരൊക്കെയോ വെച്ച കെണിയിൽ വീഴുക, എന്നാൽ പൊരുതി തിരിച്ചു വരിക. സിനിമാ കഥയല്ല, ജീവിത കഥയാണ്, അനുഭവങ്ങളാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായി കാണണം. കേരളത്തിൽ സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും പ്രത്യേകിച്ച് വനിതാ സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആവാമെന്നും ഒരു കേസ് സ്റ്റഡി തന്നെയായിരിക്കാം ഈ ഇൻ്റർവ്യൂ എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് പ്രിയയാണ്. പ്രിയ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കളുടെ കഥ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ്. എനിക്ക് ചിലപ്പോൾ സംരംഭകർക്കും അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ കഥ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇൻ്റർവ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും പ്രേക്ഷകർക്കും. താങ്കളുടെ നാട് എവിടെയാണ്? തൃപ്പൂണിത്തുറക്കാരത്തിയാണ്. കൊച്ചിക്കാരിയാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ചിന്മയ വിദ്യാലയ, തൃപ്പൂണിത്തുറ. പിന്നെ എൻ്റെ ഡിഗ്രി ഗവൺമെൻറ് ആർട്സ് കോളേജായിരുന്നു. താങ്കൾ ഏതെങ്കിലും ബിസിനസ് ഫാമിലിയിൽ നിന്നാണോ വരുന്നത്? ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനൊരു ന്യൂസ് പേപ്പർ ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അതാണ് പറയാനുള്ളൊരു ബിസിനസ് പാരമ്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ ചെറുപ്പം തൊട്ടേ ആ ഒരു പൈസയുടെ ഒക്കെ കെട്ടിവയ്ക്കുന്നതും കണക്ക് നോക്കി കൊടുക്കുന്നതും ഞാനായിരുന്നു. അപ്പോൾ അതാണ് ഒരു ബിസിനസ്സിനെ കുറിച്ചൊരു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഉണ്ടായത് അവിടെ നിന്നാണ്. വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമൊക്കെ തന്ന എന്തും ബിസിനസ്സൊക്കെ ചെയ്തോളാൻ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നോ? ഒരിക്കലും അല്ല. ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. അച്ഛനെ സംബന്ധിച്ചൊരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എങ്ങനെ വേഗം കെട്ടിച്ചു വിടണം, ഉത്തരവാദിത്തം മാറ്റണം, കുറയ്ക്കണം, ആ ഒരു സേഫ് ആക്കണം എന്നുള്ള ചിന്താരീതിയിലുള്ള ഒരു ഫാമിലി ആയിരുന്നു. പ്രിയയ്ക്ക് മറിച്ചായിരുന്നോ സ്വപ്നം? ഞാൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടൊരു കുട്ടിയായിരുന്നു. നമ്മുടെ അംബീഷൻസ് ഒക്കെ പറയുമ്പം പലപ്പോഴും കേട്ടേക്കണ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ, കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മേലെ പറക്കാൻ മോഹം എന്ന് പറയും. ഞാനൊക്കെ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ അന്നും ചെറുതല്ല, വലുതാണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ആകാശത്തോളം ആഗ്രഹിച്ചാലാണല്ലോ മാവോളം കിട്ടുക. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാടൊക്കെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം മെറ്റീരിയലിസ്റ്റിക് ആക്കാൻ പറ്റും എന്ന് ആ പ്രായത്തിൽ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമുക്ക് അതിനൊരു വഴി അല്ലെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ തരുന്ന ജീവിതമാണ്. ആ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ, ആ ഒരു മൊമെന്റ് എപ്പോഴും. ചെറുപ്രായത്തിൽ എന്തായിരുന്നു? എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് കടക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഫാഷൻ, വേറെ ഒന്നും എൻ്റെ മനസ്സിൽ ഇന്നും ഇല്ല. അങ്ങനെ ഫാഷൻ, അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതായത് ഞാൻ പറയും, പണ്ട് കുട്ടികൾ ഈ സിൻഡ്രല്ല, സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇതൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിൽ അവരുടെ ബോൾ ഗൗൺസും അവരുടെ ഡ്രസ്സും സ്റ്റൈലും ഒക്കെയാണ് മനസ്സിലേക്ക് കയറിയത്.
ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു ഡിസൈനർ ആക്കിയത് ഫാസിൽ സാറാന്ന് പറയാം. അദ്ദേഹത്തിന്റെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്നൊരു പാട്ടുണ്ടല്ലോ, ശോഭന മാം പാടി അഭിനയിച്ചിരിക്കുന്ന പാട്ട്. ആ പാട്ടിലെ മാഡത്തിന്റെ ഡ്രസ്സാണ് എല്ലാ ഫാഷൻ ഡിസൈനറെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ശരി, അപ്പോൾ ഫാദറൊക്കെ സ്വപ്നം കണ്ടതുപോലെ തന്നെ പഠനശേഷമാണോ അതോ പഠനത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിച്ചു വിട്ടോ? പഠനത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞു. 19 ആയപ്പോഴായിരുന്നു എൻ്റെ 19 വയസ്സിൽ 19 വയസ്സിലെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ ജോലിയോ എന്തെങ്കിലും ചെയ്തോ? കോർപ്പറേറ്റ് ലൈഫ് ആയിരുന്നു. കോർപ്പറേറ്റ് ലൈഫ്? അതെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കരിയർ ടാറ്റ ടെലി സർവീസസിലാണ്, എൻഡ് ചെയ്തത് റിലയൻസിലാണ്. അപ്പോൾ ഒരു 7-8 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ലൈഫ് തന്നെയാണ്. കോർപ്പറേറ്റ് ലൈഫിലേക്ക് വരാൻ കാരണം ഹസ്ബൻഡ് അപ്പോൾ ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു, അത് അവരുടെ ഫാമിലി ഫുൾ അവർ ഒരു എംപ്ലോയീസിൻ്റെ ഒരു അസോസിയേഷൻ ആണ് അവിടെ, എന്ന് വെച്ചാൽ എല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. എനിക്ക് ഒരിക്കലും വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു നേച്ചറുള്ള ആളല്ല ഞാൻ. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് എന്നുള്ളതുകൊണ്ടാണ് ജോലിക്ക് അപ്ലൈ ചെയ്തത്. അതും ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് വന്ന ഇന്റർവ്യൂ ആണ് ടാറ്റ ടെലി സർവീസസിന്റെ. അങ്ങനെ പോയി ഞാൻ. അന്ന് എത്ര ശമ്പളത്തിലാണത്? 5000 രൂപ, 5000 റുപ്പീസിലാണ്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് ജോലി? പിന്നെ ഞാൻ ജോയിൻ ചെയ്തത് ബജാജ് അലയൻസിലാണ്. ഇൻഷുറൻസിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു, സെയിൽസിലേക്ക് വന്നു. പക്ഷെ നല്ല പെട്ടെന്ന് വാചകം അടിക്കാനും സെല് ചെയ്യാനും അറിയാം. തീർച്ചയായിട്ടും. അപ്പൊ പിന്നീട് വളർന്ന ശമ്പളമൊക്കെ എത്ര രൂപ വരെയായി? 5000 ഒറ്റ ചാട്ടം 15000 രൂപയിലേക്കാണ്. ഒരു 2004 എൻഡ് കാലഘട്ടത്തില് ഒരു 15000 രൂപ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശമ്പളമാണല്ലോ ശരിക്കും. അപ്പൊ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ചോദിച്ചു പൈസ എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയി. പക്ഷെ അവിടെ ആ ഒരു ട്രെയിനിങ്ങിന് വന്നപ്പം എൻ്റെ അടുത്ത് HR ചോദിച്ചു, ഇപ്പം കൊച്ചുകുട്ടിയാണല്ലോ ഇവിടത്തെ, അപ്പൊ ഈ ഒരു ശമ്പളം കൊണ്ട് എന്താ പ്രിയ ചെയ്യുക, സേവ് ചെയ്ത് കഴിഞ്ഞാൽ? അന്ന് ഞാൻ പറഞ്ഞ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യും ഫാഷൻ ഇൻഡസ്ട്രിയിൽ എന്നാ പറഞ്ഞു. പിന്നീട് ഏത് സ്ഥാപനത്തിലാണ്? പിന്നെ ഞാൻ വന്നത് HDFC-യിലാണ്. HDFC-യിൽ ജോയിൻ ചെയ്തു. അത് ഇൻഷുറൻസ് തന്നെയാണ്. ഇൻഷുറൻസ് നല്ല ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്ന ബിസിനസ് ആണ് അല്ലേ? അതെ, ഇൻഷുറൻസിന്റെ ആ ഒരു വളരെ നല്ലൊരു ടൈമിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവും ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻസ് എല്ലാവരും ഭയങ്കര ഇപ്പോഴും ആ പഴയ ക്ലയൻസ് ആയിട്ട് ടച്ച് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. 7 വർഷം അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അവസാനമൊക്കെ എത്ര വരെ സാലറി ഒക്കെ ഉണ്ടായിരുന്നു? ഞാൻ 2009 റിസൈൻ ചെയ്യുമ്പോൾ 1 lakh പ്ലസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. പിന്നെ പാൻ ഇന്ത്യ ലെവലിൽ വന്നുകൊണ്ട് നമുക്ക് കുറെ ഇൻസെന്റീവ്സും ക്യാഷ് പ്രൈസസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു പെർഫോമർ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് 7 വർഷം ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം എവിടെയാണ് ട്രിഗർ? കുഞ്ഞുണ്ടായ ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ലൈഫും നമ്മുടെ ഒരു ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ റിസൈനിങ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ, കാരണം എപ്പോഴും പറയല്ലോ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും നല്ല കാര്യം. അങ്ങനെ റിസൈൻ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ എന്താ ചെയ്യുക, ഡിസൈനിങ് ഫാഷൻ എന്നുള്ളതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ വന്ന് വീണതാണ്. അതായത് നമ്മളൊരു അത്രയും ആഗ്രഹിച്ച് മനസ്സിൽ നമ്മളുടെ കൊണ്ട് നടന്നൊരു സ്വപ്നം ദൈവം നമ്മൾ മറന്നൊരു സമയത്താണ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തരണേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ തേടിപ്പോണ്ടി വന്നിട്ടില്ല. എൻ്റെ അടുത്തേക്കാണ് ഈ ഡിസൈനിങ് ഓപ്ഷനും യൂണിറ്റും സാധനങ്ങളും ഒക്കെ വന്നത്. എന്തായിരുന്നു സംഭവം? ഞാൻ ഒരു വലിയ ടെക്സ്റ്റൈലിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കൊച്ചിയിൽ. അപ്പോൾ ഞാൻ ഒരാളൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു സ്കെച്ച് കണ്ടു. അപ്പോൾ ആ സ്കെച്ചിൻ്റെ ഭംഗി കണ്ടാണ് ഞാൻ ശ്രദ്ധിക്കണത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തുണികൾ നോക്കുന്നുണ്ട്, സ്കെച്ചായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹെഡ് ചെയ്യുന്നതിന് യാതൊരു മടിയില്ലല്ലോ, ഈഗോയും ഇല്ല. അപ്പോൾ അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരു ഡിസൈനറാണ്, TD റോഡ് അവിടെ ഒരു ബൊട്ടീക്ക് ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഓർഡറാണ്, ഗൗണാണ്, അതിന് തുണി പർച്ചേസ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് എനിക്കും ഇഷ്ടമുള്ളൊരു വിഷയമായതുകൊണ്ട് വി ഹാഡ് എ ലോങ് ടോക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിലേക്ക് എന്നെ ക്ഷണിച്ചു. പിന്നെ ഞാൻ ആ യൂണിറ്റിലേക്ക് പോയി. ഞാൻ ഒരു കസ്റ്റമറായി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കടബാധ്യതയുണ്ട്, അപ്പോൾ ഈ യൂണിറ്റ് വിൽക്കണം എന്നുണ്ട്, മാഡത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാഡത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് തരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണല്ലോ. വേറെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ആ യൂണിറ്റ് അയാൾ പറഞ്ഞ കാശ് കൊടുത്ത്, നെഗോഷിയേഷൻ പോലും ചെയ്തില്ല, പറഞ്ഞ കാശ് കൊടുത്ത് യൂണിറ്റ് വാങ്ങി. എത്ര ലക്ഷം രൂപ? അന്ന് 13.5 ലക്ഷം രൂപ. ഏത് ഇയറിലാണ്? 2010.
2010 2010 അത് വലിയ തുകയാണ്. അതൊരു വലിയ തുകയാണ്. അപ്പൊ ആ പണം എങ്ങനെയാണ് കണ്ടെത്തിയത്? സേവിങ്സ് ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്ന കാലമായിരുന്നല്ലോ. ഞങ്ങൾ ഹസ്ബൻഡും വൈഫും കോർപ്പറേറ്റ് സ്റ്റാഫ് ആയിരുന്നല്ലോ. അപ്പോൾ സേവ് ചെയ്ത് വെച്ച തുക വെച്ചിട്ടാണ് വേറെ ആരുടെ പണം വാങ്ങിയില്ല? ഇല്ല, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ആദ്യത്തെ സംരംഭം. അതെ. അത് വാങ്ങി. എന്ത് പേരായിരുന്നു അന്ന്? ഫാസിനി എന്നായിരുന്നു പേര്. ഫാസിനി. അതെ. TD റോഡിൽ ഞങ്ങൾ ഒരു ചെറിയ യൂണിറ്റ് ആയിരുന്നു, ഒരു 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന. അപ്പൊ അവിടെ ജീവനക്കാരെങ്കിലും? അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അദ്ദേഹം ആ യൂണിറ്റ് വിറ്റപ്പോൾ അതിൻ്റെ ഒപ്പം 5 വർക്കേഴ്സിനെയും കൂടെ എനിക്ക് തന്നു. അതാ ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും തേടി പോവേണ്ടി വന്നിട്ടില്ല, എൻ്റെ അടുത്തേക്കെല്ലാം വന്നു. അപ്പോൾ ആ 5 വർക്കേഴ്സും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. അങ്ങനെ 7 വർഷത്തെ കോർപ്പറേറ്റ് ജീവിതത്തിന് ശേഷം സംരംഭകയായി. അതും സ്വപ്നം കണ്ട അതേ ഫീൽഡിൽ. എങ്ങനെ പോയി അത്? വളരെ നന്നായി പോയി. കാരണം 2010 സെപ്റ്റംബറിലാണ് ഞാൻ ഈ യൂണിറ്റ് ഏറ്റെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വർഷം 2.5 കൊല്ലത്തോളം വളരെ, കാരണം ബൊട്ടീക്കിൻ്റെ റെവല്യൂഷൻ ടൈമാണത്. അപ്പോൾ കസ്റ്റമർക്ക് പിന്നെന്ന് വെച്ചാൽ നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫിൽ ഫസ്റ്റ് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഡിസിപ്ലിനാണ്, നമുക്ക് കമ്മിറ്റ്മെൻ്റ് ആണ്. ഈ രണ്ടും നമുക്ക് കോർപ്പറേറ്റ് ലൈഫിൽ ഗിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് കറക്റ്റ് ടൈംലി ഡെലിവറിയും നമ്മൾക്കൊരു അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും വന്നപ്പോൾ വേർഡ് ഓഫ് ദ മൗത്തിൽ നല്ല പബ്ലിസിറ്റി വന്നു, ഒരുപാട് ഓർഡേഴ്സായി. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല 2010 തൊട്ട് ബിസിനസ്സിൽ. നല്ലൊരു കസ്റ്റമർ ബേസ് ഒരു 2.5 കൊല്ലം കൊണ്ട് തന്നെ നല്ല ബൊട്ടീക്കായിരുന്നു അല്ലേ? അതൊരു ബൊട്ടീക്കാണ്. കസ്റ്റമൈസ് ചെയ്ത, നമുക്ക് ഇൻവെൻട്രി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ കസ്റ്റമർ കൊണ്ടുവരുന്ന സാധനങ്ങൾ തയ്ച്ചു കൊടുക്കുക, ഡിസൈൻ ചെയ്യുക, തയ്ച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ സംരംഭകർക്കും ഈ തുടങ്ങി വിജയിച്ചു കഴിയുമ്പോൾ തലയ്ക്ക് പിടിക്കുന്ന അടുത്തൊരു വിത്തുണ്ട്, സ്കെയിലപ്പ്, വളർത്തണം. ചിന്ത വന്നോ? ഇല്ല, ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ വിത്ത് പാകാനായിട്ട് എനിക്കൊരു ഫ്രണ്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഖത്തറിൽ പരിചയമുള്ള ലോങ് നോൺ ഫ്രണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ കടയിലെ തിരക്കും ആ ഒരു ഇതൊക്കെ കണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കിത് നെക്സ്റ്റ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാം. അപ്പോഴും ഞാൻ പറഞ്ഞത്, കാരണം നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ എത്രത്തോളം പൈസയും കാര്യങ്ങളും ആവശ്യം വരും എന്നുള്ള ഒരു ഐഡിയ അന്നത്തേക്ക് ആ 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, പ്രിയ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ഇതുപോലെ തന്നെ മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മതി എന്ന് പറഞ്ഞൊരു ഓഫർ വന്നു. ആദ്യമൊക്കെ ഹെസിറ്റൻ്റ് ആയിരുന്നു, പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അംബീഷ്യസ് ആണ്. സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കണം, ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം. ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് അന്ന് 2010 എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പ്രിയയുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരിക്കലും ഒരു ഷോപ്പ് ഓണർ ആവണ്ട, എനിക്കൊരു ബ്രാൻഡ് ഓണറാണ് ആവണ്ടേ എന്ന് അന്ന് തൊട്ട് ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പം അതിന് ശരിക്കും എന്താ പറയുക, ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരു ഓഫറാണ് വന്നത്. സമപ്രായക്കാരനാണോ? അല്ല, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയാണ്. അത് ശരി. എൻ്റെ അച്ഛൻ്റെ അതേ നെയിമാണ്. അപ്പോൾ ഒരു ഫാദർലി ഒരു നമുക്ക് സ്നേഹവും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനോടുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ആണല്ലോ അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ്. എൻ്റെ അച്ഛൻ അന്ന് എൻ്റെ അച്ഛൻ മരിച്ചു അപ്പോഴത്തേക്കും. അപ്പോൾ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അതേ സ്ഥാനത്ത് ഞാൻ കണ്ടാണ് ഞാൻ സ്നേഹിച്ച് നമ്മൾ വിശ്വസിച്ച് അങ്ങനെ തുടങ്ങിയല്ലേ? അതെ. എന്ത് പേരിലാണ്? DFAB എന്നായിരുന്നു. DFAB. അതെ, അങ്ങനെയാണ് കേരളം അറിയപ്പെടുന്ന DFAB ഉണ്ടാവുന്നത്. അതെ. അതിന് അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ദി ഫാബ്രിക് എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യവും തുണികളാണ്. കാരണം തുണിയിൽ നിന്നാണല്ലോ നമുക്ക് പല പല അറ്റാച്ച് ഉണ്ടാവുന്നത്. അതങ്ങനെ എഴുതി ഡി എന്ന് പറയുമ്പോൾ ഡിസൈൻ എന്നും പറയാം. അതെ. ദി എന്നുള്ളത് ഫ്രഞ്ചിൽ ഡി വന്ന് DFAB എന്നുള്ളതിന് DFAB എന്ന് വന്നതാണ്. അതൊറ്റ ഒരു പേരായിട്ട് തന്നെ ഇട്ടു. പിന്നെ പ്രിയ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു? അതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റും എൻ്റെ ഒരു സ്ഥലവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിട്ട് അതിൽ കിട്ടിയ പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ 50-50 പാർട്ട്ണർഷിപ്പിൽ അത് അദ്ദേഹത്തിന് കൈമാറി. അത് കൈമാറി പണം 50-50. അതിനൊരു വാല്യൂ അദ്ദേഹത്തിന്റെ 50-50ലാണ്. 50-50ൽ ഞങ്ങൾ സ്റ്റാർട്ട്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പനമ്പള്ളി നഗറിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണേ. ക്രോസ് റോഡ് 12 ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട്. അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നോ? അതെ, അതൊരു ഓൾമോസ്റ്റ് ഒരു 1.5 crores അടുത്ത് വരുന്ന അന്നത്തെ കാലത്ത് അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഈ ഒരു ബൊട്ടീക്കിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കസ്റ്റമർക്ക് ഫീൽ ചെയ്യേണ്ട ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇന്റീരിയേഴ്സ്. 2, നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റോക്ക്. കാരണം നമുക്ക് ഇൻവെൻട്രി സ്റ്റോക്ക് ഹോൾഡിങ് കുറച്ചധികം നമ്മൾ വയ്ക്കേണ്ടി വരും. പിന്നെ ലേഡീസ് ആവുമ്പം ഫാബ്രിക് വേണം, ദുപ്പട്ട വേണം, സാരി വേണം, ഗൗൺ വേണം, ലെഹങ്ക വേണം. കാരണം കാറ്റഗറി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ സ്കെയിലിൽ നടത്തി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം എന്നില്ല.
നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പോയാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും എന്നുള്ളൊരു പെർസെപ്ഷനിലാണ് ഒരു സൂപ്പർ മാർക്കറ്റ് കസ്റ്റമർ ചൂസ് ചെയ്യണത്. സെയിം തന്നെയാണ് ബൊട്ടീക്ക് വരുമ്പോൾ. ഇറ്റ് ഹാസ് ടു ബി എ സൂപ്പർ മാർക്കറ്റ്. പ്രിയ, അതൊരു ചോദിച്ചോട്ടെ, എനിക്ക് തോന്നുന്നു അക്കാലത്ത് ഇങ്ങനൊരു കോൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ. ഇതിൻ്റെ ഒരു പകരം വയ്ക്കാൻ ടെക്സ്റ്റൈൽ ഷോപ്പുകളല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു ബഹളം കുറേ അധികം പൊട്ടിക്സ് പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദ മദർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, ഡിഫാബ് തന്നെയാണ്. അതെ, ഞങ്ങളും ഉണ്ടായിരുന്നു, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാണ് ഫസ്റ്റ് ടൈം ഫാബ്രിക്സും സ്പോട്ട് ഡിസൈനിങ്, അതായത് ഡിസൈനേഴ്സിനെ നമ്മൾ ഫ്ലോറിൽ നിർത്തി ഒരു കസ്റ്റമർ വന്നാൽ അവരുടെ വിഷ്വലൈസേഷനിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഡിസൈനെ വിഷ്വലൈസ് ചെയ്ത് വരച്ച് മാനുഫാക്ചർ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ടൈം ഞങ്ങളാണ് ചെയ്തത്. ഡിഫാബിന് തുടക്കം കുറിച്ചു. എങ്ങനെ പോയി? അത് വളരെ നല്ലോണം പോയി. ഡിഫാബിന് സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനകത്തൊരു ഭയങ്കര ഒരു അയേണി ഉണ്ട്. കാരണം ഞാൻ ഈ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അടുത്തൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മാഡം നെഗറ്റീവായിട്ടുള്ള ഒരു പേര് ചൂസ് ചെയ്തത്? കാരണം ഒരുപാട് നെഗറ്റീവ് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് DE വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ DE എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരില്ലേ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഐ എം ഓൺലി ഏർലി 20s ആണ്. അപ്പോൾ എനിക്ക് ഒരു ഉത്തരം പറയാൻ അന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ലൈഫിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉത്തരം പറയാനും പറ്റിയില്ല. പക്ഷെ അതൊരു ചോദ്യം വളരെയധികം എന്താ പറയുക, ഇൻ ടു ദി ഹാർട്ട് പോയൊരു ചോദ്യമാണ്, ഒരു ഫിയർ സമ്മാനിച്ചൊരു ചോദ്യമാണ്. പക്ഷെ എന്നാലും അത് ബോൾഡായിട്ട് അത് തന്നെ പിടിച്ചു. ആ പേര് വളർച്ച എവിടം വരെ എത്തി? പിന്നീട് ഞങ്ങൾക്ക് 2 ബ്രാഞ്ച് വന്നു, ഒന്ന് കൊച്ചിയിലും ഒരെണ്ണം കോട്ടയത്തും. അങ്ങനെ 2 ബ്രാഞ്ചായിട്ട് വളരെ നല്ല. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി? നമ്മൾക്ക് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഈ കൊറോണയ്ക്ക് മുന്നേ വരെ നമുക്ക് ഓൾമോസ്റ്റ് 100ന്റെ അടുത്ത് സ്റ്റാഫ് ഉണ്ടായിരുന്നു. 100 എംപ്ലോയീസ്. 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി അത് വളർന്നു. 2 ബ്രാഞ്ചുകളായി. അതിനകത്ത് നമ്മൾ അക്വൈന്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഇത്രയും നല്ലൊരു ഫിഗർ ചെയ്യുമ്പോൾ ആ ഫിഗറിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിയില്ല. ശരി പ്രിയ, അവിടെ നിന്നൊക്കെയാണ് ജീവിതം കീഴ്മേൽ മറിയുന്നത്. ഒരു സ്ത്രീ ഒരിക്കലും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ കടന്നു പോകരുത് എന്ന് താങ്കൾ എന്നോട് താങ്കളുടെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അത്രയ്ക്ക് വേദനാജനകമായിരുന്നു, പെയിൻഫുള്ളായിരുന്നു ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? ഒരു കുഴപ്പമില്ലാണ്ട് പോയിരുന്നൊരു കടയ്ക്ക് പെട്ടെന്നൊരു ദിവസം പാർട്ട്ണർ ഉടക്കുകയാണ്. അദ്ദേഹത്തിന് കണക്കുകളിലൊന്നും വിശ്വാസമില്ല, കള്ളക്കണക്കുകളാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ പോലും ഇല്ലാതെ നേരെ കേസിനങ്ങ് പോവാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്ത് കാര്യങ്ങളും മെയിൽ അയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ റെക്കോർഡിക്കലാക്കി കീപ്പ് ചെയ്യുമായിരുന്നു. എല്ലാ ട്രാൻസാക്ഷൻസ് ബാങ്ക് ത്രൂ ആയിരുന്നു. ഒന്നും നമ്മൾ ക്യാഷ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ വളരെ ചെറിയ ഈഗോ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ പല റീസൺസ് ആയിരിക്കാം. പക്ഷേ എന്നോട് തുറന്ന് പറയാമായിരുന്ന പല കാര്യങ്ങളും മനസ്സിൽ വെച്ച് അതൊരു കേസിലേക്ക് പോയി. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ഒഴിവാക്കാനായിരിക്കാം. പക്ഷെ എന്ത് കണ്ടാലും എൻ്റെ അടുത്ത് തുറന്ന് പറയേണ്ട സാധനം അതൊരു കേസിലേക്ക് വലിച്ചു. എവിടെയാണ് കേസ് ഉണ്ട്? കേസ് ആദ്യം ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷൻസിൽ, പല സ്റ്റേഷൻസിലും മാറി മാറി കൊടുത്തു. പക്ഷെ അവിടെയൊന്നും പുള്ളിക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അതിനെ പോർട്രേ ചെയ്യുന്നത് ബിസിനസ് ചെയ്യാൻ പൈസ കടം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഒരു പിക്ചർ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റും നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മളുടെ പേർച്ചേസ് ലിസ്റ്റും എല്ലാം കൊടുക്കുമ്പോൾ പോലീസുകാർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിവിലായിട്ടുള്ളൊരു ഡിസ്പ്യൂട്ടാണ്. അതിനെ ക്രിമിനൽ ആക്കിയാലേ ഒരു പെണ്ണിനെ ഭയപ്പെടുത്തി ആ ഒരു കരക്കിലെത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പെർസെപ്ഷൻ ഉണ്ടാവുമായിരിക്കാം. പിന്നീട് എന്ത് സംഭവിച്ചു? ഇതൊന്നും വർക്കൗട്ട് ആവാണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയി കൊല്ലത്ത് കേസ് കൊടുത്തു. ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്തു. ചീറ്റിംഗ് കേസ്. താങ്കളൊരു വനിതാ സംരംഭകയാണ്, ചെറുപ്രായമാണ്, എന്നിട്ട് എന്ത് സംഭവിച്ചു? ചീറ്റിംഗ് കേസ് കൊടുക്കുമ്പോൾ ഒരു സിവിൽ നേച്ചർ ആയിട്ടുള്ള കാര്യത്തിനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ചീറ്റിംഗ് കേസ് കൊടുക്കണേ. പക്ഷെ അവിടെ എനിക്കൊരു അബദ്ധം പറ്റി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഒരു ലേഡി ആയിരുന്നു. ആ ലേഡി 2 സ്ഥലത്ത് നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അവർ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്ത് എന്നെ കൊണ്ട് കുഴി ചാടിക്കുക ചെയ്തത്. എന്നെയല്ല, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 19ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം.
അപ്പോൾ ഹസ്ബൻഡും ഞാനും എന്ന് പറയുന്നത് മോർ ഓഫ് ഒരു ഫ്രണ്ട്സാണ്. ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനേക്കാൾ കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് റിലേഷനാണ്. അവിടെ ശരിക്കും എനിക്കെതിരെ ഉപയോഗിച്ചത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. ഹസ്ബൻഡിനെ വല്ലാതെ ഭയപ്പെടുത്തി. അതായത് ചീറ്റിംഗ് കേസാണ്, പ്രിയ അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കും, പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ ഭാവി എഫക്റ്റ് ചെയ്യും. അപ്പോൾ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ആൾക്കാരാണല്ലോ കൂടുതലും. അപ്പോൾ അന്ന് വരെ എൻ്റെ കൂടെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയണത്, എൻ്റെ ഭാര്യ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന കാണാൻ എനിക്കിഷ്ടമല്ല. ന്യായമാണ്, ഏതൊരു തീർച്ചയായിട്ടും. ആൾക്കും അത് ഇഷ്ടപ്പെടില്ല. ഇപ്പം സാറിനോട് ചോദിച്ചാലും സാറിനും മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു വൈഫിന് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വന്നു. അതിൽ പക്ഷെ എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് എത്രത്തോളം സ്ട്രോങ്ങും വാലിഡും ആണ് എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമായിരുന്നു. അവിടെയാണ് നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നത് തന്നെ ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ പ്രൊട്ടക്ഷനിൽ, അല്ലെങ്കിൽ ആങ്ങളയുടെ പ്രൊട്ടക്ഷനിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പ്രൊട്ടക്ഷനിൽ, അല്ലേ? ഒരു പെണ്ണിന് ഈ 3 ചോയ്സാണ് എന്നും ഈ നമ്മളെ 2025 ഉള്ളത്. ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള പല കാര്യങ്ങളും നോക്കിയാലും ഇന്നും നമ്മുടെ സ്ഥിതികളും മാറിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും പണ്ടോട്ടെ എന്നെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ എന്ന് വെച്ചാൽ പ്രിയ ഭയങ്കര സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ലേഡിയാണ് എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള പെർസെപ്ഷൻ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ഇത് എന്നോട് പറയുകയാണ്, പ്രിയ ഭയങ്കര സ്ട്രോങ് അല്ലേ, പ്രിയ എന്തിനാണ് ടെൻഷൻ അടിക്കണേ എന്ന് ചോദിച്ചാൽ, ഞാനത് കോൾമയിൽ കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് വളരെ സീനിയർ ആയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിച്ചു എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇഫ് യു വർ സ്ട്രോങ് പ്രിയ, ദ ഫസ്റ്റ് നോ യു വുഡ് ഹാവ് ടോൾഡ് വിൽ ബി ടു ദ ലവ് ഓഫ് യുവർ ലൈഫ്. എൻ്റെ ഹസ്ബൻഡ് എടുത്തൊരു ഡിസിഷൻ അത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നോ പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും എന്നെ കുഴി ചാടിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമേ അല്ല. പക്ഷേ അതിൻ്റെ എന്തൊക്കെയാണ് ഹിപ്പർക്കഷൻസ് എന്ന് എനിക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. എന്താണ് അവിടെ പറ്റിയത്? അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ഭയപ്പെടുത്തി അദ്ദേഹത്തിനെ കൊണ്ട് സെറ്റിൽമെന്റിലേക്ക് കൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ്. ഓക്കെ. പക്ഷെ എൻ്റെ 32 ചെക്ക് ഒപ്പിടിപ്പിച്ചു വാങ്ങിച്ചു. ഹസ്ബൻഡിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു വാങ്ങിച്ചു. ഈ 32 ചെക്ക് ഒപ്പിട്ട് കൊടുത്തപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിനെ വിളിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര പ്രശ്നമാവും. ഇത് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ച ഈ പ്രശ്നം നിൽക്കില്ല. കാരണം ഒരു ഫിസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അയാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 32 വടിയാണ് എന്നെ അടിക്കാനുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തോ അവർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു അത്രയും വലിയൊരു ബ്രോഡ് മൈൻഡഡ് ആയിട്ടുണ്ടാവില്ല. കാരണം എംപ്ലോയി ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അറിയില്ല, കുറ്റപ്പെടുത്താനും പറ്റില്ല. പക്ഷെ എനിക്ക് അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാനൊരു എൽഡർലി പേഴ്സണെ മിസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടിന്ന് വി ബിക്കെയിം ലൈക്ക് എനിമീസ്. ഞാനും ഹസ്ബൻഡും തമ്മിൽ ഫൈറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഈ ഒരു ഡിസിഷൻ പോകുന്നത് എൻ്റെ കുഴപ്പത്തിലേക്കാണെന്നും ഹസ്ബൻഡ് വിചാരിക്കുന്നത് ഈ ഡിസിഷൻ വിൽ സേവ് മീ ആൻഡ് പ്രൊട്ടക്ട് മീ ഫ്രം ഓൾ ദീസ് തിങ്സ് എന്നുള്ളത്. രണ്ടുപേരുടെയും വിഷൻ രണ്ടായി. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ റെസ്പെക്റ്റിൽ ഞാൻ പറഞ്ഞു, ഓക്കെ, ഒരു പാർട്ട്ണർക്ക് അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്പേസ് ആസ് എ ലൈഫ് പാർട്ട്ണർ ഐ ഷുഡ് ഗീവ്. ആ ഒരു ഡിസിഷനിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്താണ് ഞാൻ ചെയ്ത രണ്ടാമത്തെ മിസ്റ്റേക്ക്. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ചെക്ക് കൊടുത്ത ശേഷം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റു കൊടുത്തു, ജയിക്കാമായിരുന്നിട്ടും ഞാൻ തോറ്റു കൊടുത്തു എന്നുള്ളൊരു ഫീലിംഗ് ആയി. കാരണം എനിക്കറിയാം അദ്ദേഹത്തിന് ഞാൻ പൈസ കൊടുക്കാനില്ല, അദ്ദേഹം എനിക്ക് കടം തന്ന പൈസയല്ല, അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്. അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ ബിസിനസ് 2015 വാല്യൂ ചെയ്യുമ്പോൾ 6 crores താഴെ ബിസിനസ്സിൻ്റെ വാല്യൂ ഉണ്ട് ആസ് പെർ ഓഡിറ്റ്. അപ്പോൾ ഒരു രീതിയിലും ഒരു തട്ടിപ്പോ വെട്ടിപ്പോ നടക്കാത്ത സ്ഥലത്ത് എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ പൈസ പിടിച്ചു വാങ്ങി എന്നുള്ളത് എന്നിലുള്ള വ്യക്തിത്വത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, മനസ്സില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ട് ഓരോ അഡ്വക്കേറ്റ്സിനെയും കാണും. എനിക്ക് തോന്നുന്നു ഈ കൊച്ചി സിറ്റിയിൽ ഇത്രയും അഡ്വക്കേറ്റ്സിനെ എൻഗേജ് ചെയ്തൊരു ക്ലയൻറ്റ് വേറെ ഉണ്ടാവില്ല.
ഐ വാസ് ലൈക്ക് ഓരോ അഡ്വക്കേറ്റിൻ്റെ അടുത്തും പോയി സർ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഈ മീഡിയേഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്തതല്ല, ഇതിങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്താണ്, എനിക്ക് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വരണം. ഒരു അഡ്വക്കേറ്റാണ് പറഞ്ഞത് ഇത് ഡിഗ്രി ആക്കിയിട്ടില്ല, അതുകൊണ്ട് പ്രിയ യു ക്യാൻ വിഡ്രോ ഫ്രം ദിസ് മീഡിയേഷൻ, വി ക്യാൻ സെൻഡ് നോട്ടീസ് ടു ദ പാർട്ട്ണർ, നമുക്ക് മീഡിയേഷൻ ഹൗസിൽ അറിയിക്കാം, നമുക്ക് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് നമുക്കിത് ഫൈറ്റ് ചെയ്യാം. നമ്മളൊരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഒരു ഡോക്ടറെ പോലെ തന്നെയാണ് അല്ലേ. നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കുമോ അതോ അവിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവുള്ളൂ. നമ്മൾ പണ്ടോട്ടേ കേട്ടിട്ടില്ലേ, ഡോക്ടറോടും അഡ്വക്കേറ്റിനോടും കള്ളം പറയരുത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരം ഞാൻ ചെക്ക് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും 6 ചെക്ക് സ്റ്റോപ്പ് ചെയ്തു. 6 ചെക്ക് പാസ്സായി പോയി. 26 ചെക്കിന്റെ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തു. അത് ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തതല്ല, എൻ്റെ അഡ്വക്കേറ്റിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസ് ആണ്. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ദിസ് ഇസ് വാട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ടേക്ക്. കൊടുത്തു, ലീഗൽ ഫാറം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, എനിക്കെതിരെ ചീറ്റിംഗ് കേസ് കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൊടുത്തു. ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ മോളുടെ പിറന്നാളാണ് മാർച്ച് 10, 2020 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പോലീസുകാർ വീട്ടിൽ കയറി വരികയാണ്. എന്നിട്ട് പറയാം നിങ്ങൾക്കെതിരെ ചീറ്റിംഗ് കേസ് ഉണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നേക്കണേ. ഹസ്ബൻഡും മോളും വീട്ടിലുണ്ട്. ഹസ്ബൻഡ്, മോള്, അമ്മ, ഞാൻ. അപ്പോൾ ഞാനും ഹസ്ബൻഡാണ് പ്രതികൾ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ രഞ്ജിത്ത് പ്രതിയാവും ഇതിനകത്ത്? കാരണം രഞ്ജിത്ത് ഇതിനകത്ത് ഒരു ഡോക്യുമെന്റിൽ രഞ്ജിത്തല്ല, പാർട്ട്ണറല്ല, ഡോക്യുമെന്റിലില്ല, രഞ്ജിത്തിന്റെ ചെക്കില്ല, പിന്നെ രഞ്ജിത്ത് എങ്ങനെ പ്രതിയാവും? ഇവരുടെ കയ്യിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടോ? അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ട്രാപ്പ് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് ആ പോലീസിന് ഭയങ്കര ഒരു തിടുക്കം പോലെയായിരുന്നു എങ്ങനെ എന്നെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. ആൻഡ് ദ ഫോക്കസ് വാസ് കംപ്ലീറ്റ്ലി ഓൺ മീ. രഞ്ജിത്ത് അതിൻ്റെ ഒപ്പം ഈ പുട്ടിൻ്റെ കൂടെ പീര പോലെ എന്ന് പറയണ പോലെ രഞ്ജിത്ത് അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമായിട്ടേ ഉള്ളൂ. അയാളുടെ ഫോക്കസ് ഫുൾ എൻ്റെ മുകളിലാണ്. വിശ്വസിക്കില്ല സർ, വീടിൻ്റെ 4 വശത്തും പോലീസിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ഓടിയ പിടിക്കാനായിട്ട്. അപ്പോൾ ഒരു ചാൾസ് ശോഭരാജിനെയോ അല്ലെങ്കിൽ ഒരു വളരെ കുപ്രസിദ്ധ ക്രിമിനലിനെയോ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് ഇവരെന്നെ ഹാൻഡിൽ ചെയ്തത്. അതും ഒരു സംരംഭം തുടങ്ങി പാർട്ട്ണർഷിപ്പിൽ ഒരു സിവിൽ കേസിന്റെ പേരിൽ. അത് സിവിലിനെ ക്രിമിനലാക്കി കാണിച്ചാൽ മാത്രമല്ലേ പോലീസുകാർക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മോളിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞു കുളിച്ചിട്ടില്ല, ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചപ്പോൾ കുളിച്ചിട്ട് ഞാൻ വരാം, ഡ്രസ്സ് മാറിയിട്ട് വരാൻ. പക്ഷെ മോളിൽ കയറി ഉടനെ എന്തോ എനിക്ക് വാതിൽ ലോക്ക് ചെയ്യാൻ തോന്നി. വാതിൽ ലോക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ പരിചയമുള്ള അഡ്വക്കേറ്റ്സിനെയും കുറച്ച് മുതിർന്ന ആൾക്കാരെ, പൊളിറ്റിക്കലിയും ഇതൊക്കെ അവെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ ഒരു 10 മിനിറ്റ് താപ്രിയ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ചോദിച്ച 3 ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ട്രാപ്പാണ്, പ്രിയേനെയും ഹസ്ബൻഡിനെയും പിടിച്ചുകൊണ്ട് പോയി ഇത് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബ്രാൻഡിനെ നശിപ്പിക്കാൻ. കാരണം ഇദ്ദേഹം എൻ്റെ അടുത്ത് വെല്ലു വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെയും നിന്റെ ബ്രാൻഡിനെയും ഞാൻ ഇല്ലാണ്ടാക്കി കാണിച്ചതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അപ്പുറത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ചതിയിൽ പെട്ടുപോയി എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷനിൽ എനിക്ക് മൈഗ്രെയിൻ വരുന്ന ഒരാളാണ്. അപ്പോൾ സിവിയർ മൈഗ്രെയിനാണ്. അപ്പോൾ എനിക്ക് ഡോക്ടർ ട്രാങ്ക്ലൈസറും സ്ലീപ്പിംഗ് പിൽസും തരാറുണ്ട്. മൈഗ്രെയിൻ വരുമ്പോൾ അതെടുത്ത് മാൻഡേറ്ററിലി കഴിക്കാൻ പറഞ്ഞു. ഓവർ തിങ്കറാണ് കുറച്ച്. ആ ഗുളിക എടുത്ത് കഴിക്കുകയാണ്. പക്ക ആത്മഹത്യാശ്രമം, ക്ലീഷേ ആത്മഹത്യാശ്രമത്തിലേക്ക് പോയി. കാരണം എനിക്ക് ആലോചിക്കാൻ വയ്യ. പോലീസ് പിടിച്ചുകൊണ്ട് പോകും മകളുടെ മുമ്പിൽ നിന്ന് പിറന്നാൾ ദിവസം ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്, ആ ഫുൾ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് എന്നെ പെറ്റിക്കോട്ട് ഇട്ട കാലം തൊട്ട് കാണുന്ന ആൾക്കാരാണ് അവരുടെ മുന്നിലൂടെ. അപ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു സ്ഥലത്ത് തോറ്റു കൊടുക്കരുതെന്നുമുണ്ട്. ബട്ട് ഈ ഒരു നാണക്കേട് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് അറിയുകയില്ല. അങ്ങനെ ഒരു ക്ലീശ ആത്മഹത്യാശ്രമത്തിലേക്ക് ഞാൻ പോയി എന്നുള്ളതാണ് ഉണ്ടായത്. ഗുളിക കഴിച്ചു. ഹസ്ബൻഡിൻ്റെ അടുത്തേ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഗുളിക കഴിച്ചിട്ടുണ്ട്. അപ്പം അത് ഗുളിക കഴിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസ് ഓഫീസർ ഭയങ്കര പാനിക്കായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് DGPയുടെ സർക്കുലർ ഉണ്ട്, വനിതകളെ വീടുകളിൽ പോയി ഹരാസ് ചെയ്യുന്ന, മെന്റലി ഹരാസ് ചെയ്യുന്ന യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് പാടില്ല. കാരണം എനിക്ക് നോട്ടീസ് അയച്ചാലേ ഞാൻ അറിയുള്ളൂ എനിക്കൊരു ചീറ്റിംഗ് കേസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഒന്നിനോടും സഹകരിക്കാത്ത ഒരാളും അല്ല.
ഇദ്ദേഹം ആദ്യം കേസ് കൊടുത്തപ്പോൾ തൊട്ട് ഞാൻ എല്ലാത്തിനോടും സഹകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പാനിക്കായി എന്നെ കാറിലെടുത്ത് കൊണ്ടുപോയി ജില്ലാ ആശുപത്രി, തൃപ്പൂണിത്തുറ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. അപ്പം ആ കാറിലിരിക്കുമ്പോഴും അയാൾ പറയുന്നുണ്ട്, അപ്പോഴേ സാറ് പറഞ്ഞതാണ് ഇവൾ ഓവർ സ്മാർട്ടാണ്, ഇവൾ എന്തെങ്കിലും കാണിക്കും, ഒറ്റയ്ക്ക് വിടണ്ടിയിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റ് സ്ക്രിപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് ജില്ലാ ആശുപത്രി പോകുമ്പോഴും ഡോക്ടറോട് പറയണത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാ തോന്നണേ, പറഞ്ഞേക്കണത് അറിയില്ല, സ്ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഗുളികയുടെ സ്ട്രിപ്പ് കൊടുക്കുന്നു, പക്ഷെ മിക്കവാറും ഡ്രാമയായിരിക്കും എന്നാണ് പറയണേ. അതും പ്രിയ കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്, കാരണം എൻ്റെ കോൺഷ്യസ്നെസ് പോയിട്ടില്ല, ഡ്രൗസിയാണ്, പക്ഷെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കി നമുക്ക് ആളെ വൊമിറ്റ് ചെയ്യിക്കാം. അങ്ങനെ സലൈൻ കുടിക്കുന്നു, വൊമിറ്റ് ചെയ്യുന്നു. ഫസ്റ്റിൽ തന്നെ ഗുളികകൾ വരുന്നു, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫിഫ്ത്ത് ടൈം കഴിഞ്ഞപ്പോൾ തൊണ്ട പൊട്ടി ചോരയായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വയറ് വാഷ് ചെയ്യേണ്ടി വരും, ഇനി ഇവരെ ഇതാക്കാൻ പറ്റില്ല ആള്. അപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞ് വീണ് തുടങ്ങി. അങ്ങനെ എൻ്റെ മൂക്കിൽ കൂടെ ട്യൂബ് ഇടുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിനെ ഇവർ പറയണത്, ഒരു പ്രശ്നമില്ല പ്രിയ, വെറുതെ ഹൈപ്പർ ആയതാണ്, രഞ്ജിത്ത് നിങ്ങൾ വാ, കമ്മീഷണറോട് സംസാരിച്ച് ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകാമെന്ന്. അദ്ദേഹം വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാവരുത്, ഇഷ്യൂസ് ഉണ്ടാകുന്നുള്ളത്. പക്ഷെ അദ്ദേഹം അവരുടെ ഒപ്പം, ഞാൻ സ്ട്രിക്ട്ലി പറഞ്ഞൊന്ന് പോകരുത്, എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് ഒപ്പം വേണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോഴും പ്രശ്നം സോൾവ് ആവട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി അവരുടെ കൂടെ പോയി. പക്ഷെ അദ്ദേഹം കൂടെ പോയി എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൂക്കിൽ ട്യൂബ് ഇട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പോലീസ് ഓഫീസർ പറയാണ്, നിന്റെ ഭർത്താവിനെ ഇന്ന് രാത്രി നിന്റെ അടുത്ത് വേണമെങ്കിൽ ഈ കേസ് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്യും, കൊച്ചിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് നിന്റെ കട നശിപ്പിച്ച് കളയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ വലിയൊരു ഫൈറ്റാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ വാർ, നോട്ട് എ ഫൈറ്റ്. യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. അതെ. അപ്പോൾ കാരണം എന്താ ചെയ്യണ്ടേന്നൊരു ഐഡിയ ഇല്ല. അന്ന് വരെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല, ഒരു കേസ് ഉണ്ടായിട്ടില്ല, കോടതിയിലെ പ്രൊസീജിയേഴ്സ് അറിയില്ല, പോലീസുകാരായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഡിസ്പ്യൂട്ടിൽ മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ പോലീസുകാരുടെ വൈഫ് എൻ്റെ ക്ലയൻസാന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബന്ധമോ സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് രാത്രി തൊട്ടുള്ള ഫൈറ്റാണ്. മാർച്ച് 10 രഞ്ജിത്തിനെ കൊണ്ടുപോയി രാത്രിയാണ് ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കാരണം അത്രയും ഡിലേ ചെയ്ത് രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവാം. മജിസ്ട്രേറ്റ് ജാമ്യം ഇഷ്യൂ ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു FISO അങ്ങനെ എന്തോ കംപ്ലീറ്റ് അല്ല, അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ മജിസ്ട്രേറ്റിന് വേറെ ഓപ്ഷനില്ല, റിമാൻഡ് ചെയ്യലാണ്ട് വേറെ ഓപ്ഷനില്ല. പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ ഏറ്റവും വലിയ പത്രത്തിൽ വാർത്ത വരികയാണ്, വഞ്ചന കേസിൽ ഭാര്യയും ഭർത്താവും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ സർ, ആ പത്രത്തിന്, അവരുടെ ഒരു മാധ്യമത്തിന് ഞാൻ ഓൾമോസ്റ്റ് 1 കോടിയുടെ അടുത്ത് പരസ്യത്തിന് മാത്രം പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മുടെ നാട്. അപ്പോൾ ഒരു ബ്രാൻഡിനെ, അതായത് വളരെ ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വനിത ഉണ്ടാക്കിയ ഒരു ബ്രാൻഡിൻ്റെ പേരുൾപ്പെടെ എന്നോടൊരു കോൺട്രവേഴ്ഷ്യലാണ് സാധനം. ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ അപ്പുറം വശവും കൂടെ കേട്ടിട്ടേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ചിലപ്പോൾ തെറ്റായിരിക്കും. അതുപോലും ചെയ്യാതെ, എന്നോടൊരു വാക്ക് പോലും സംസാരിക്കാതെ അത് കൊടുത്തു. മാർച്ച് 11, 2020 ഫോണോട് ഫോണാണ്. എൻ്റെ ഫോണിന് വിശ്രമമില്ല. കസ്റ്റമേഴ്സ്, പരിചയക്കാർ, ഫ്രണ്ട്സ്, എംപ്ലോയീസ് ഭയങ്കര പാനിക്കായി. അപ്പോൾ അവർ പിറ്റേ ദിവസം വിളിച്ചതിനടുത്ത് ചോദിക്കുകയാണ്, മാഡം എന്താ ചെയ്യണ്ടേ കട? അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കട തുറക്കും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കട തുറക്കും, നിങ്ങൾ ഏത് കസ്റ്റമർ വന്ന് ചോദിച്ചാലും ധൈര്യമായിട്ട് പറയണം ഒരു പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അതൊരു നാണക്കേടോ ഇതായിട്ടോ പറയരുത്, ഞാനത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അന്തസ്സോടെ തല ഉയർത്തി തന്നെ നിങ്ങൾ സംസാരിക്കണമെന്ന്. ഒരു പ്രശ്നമില്ലാണ്ട് കട തുറന്നു. ഒരു സൈഡിൽ ഈ പ്രശ്നം, അപ്പുറത്ത് ഹസ്ബൻഡ്, അപ്പുറത്തെ ജാമ്യം കിട്ടിയിട്ടില്ല. അന്ന് വരെ ഞാൻ സാറിനോട് പറഞ്ഞില്ല, എനിക്ക് കോടതിയുടെ ഒരു പ്രൊസീജിയേഴ്സും അറിയില്ല. വക്കീലിനെ എൻ്റെ അടുത്ത് അവിടുത്തെ കൊല്ലത്തെ വക്കീൽ വിളിച്ചിട്ട് പറയണേ, പ്രിയ എന്തിനാ ടെൻഷൻ അടിക്കണേ, വൈകുന്നേരം ഹസ്ബൻഡ് വരും, ടെൻഷൻ അടിക്കല്ലേ. അപ്പം എൻ്റെ നാക്കൊക്കെ കുഴഞ്ഞു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഡ്രൗസിനെസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഉറങ്ങാനോ അങ്ങനെ റെസ്റ്റ് എടുക്കാനോ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വൈകുന്നേരം വരും, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയ ജാമ്യം. പക്ഷേ ഫോൺ വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫോൺ വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമാണ്. ഞാൻ റിപ്പീറ്റഡ്ലി വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, പ്രിയ അവർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി, നമുക്ക് നാളെ രാവിലെ ജാമ്യം കിട്ടും, ടെൻഷൻ വേണ്ട. ഞാൻ ചോദിച്ചു രഞ്ജിത്തോ? ജയിലിൽ ആണ്, കൊല്ലത്താണ്. അപ്പോൾ ഏറ്റവും വലിയ സങ്കടം സാർ, അവരുടെ 3 തലമുറയിൽ പോലും രഞ്ജിത്തിന്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു പോലീസ് കേസോ ഒരു ജയിലോ കണ്ടിട്ട് പോലുമില്ല. രഞ്ജിത്തിന്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ഒരാൾ പോകുമ്പോൾ ഫുൾ ഹസ്ബൻഡിന്റെ ഫാമിലി എനിക്ക് എഗൻസ്റ്റ് ആണ്. കാരണം അവരുടെ ഭാഗത്ത് തെറ്റെന്താ? അവരുടെ ഒറ്റ മോനാണ്. ആ മകൻ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം എനിക്ക് വേണ്ടി നിന്നിട്ട് ബലിയാടായ ആള് ശരിക്കും രഞ്ജിത്താണ് എന്നുള്ള ഒരു പെർസെപ്ഷനിൽ അവർ ഫുൾ എനിക്ക് എഗൻസ്റ്റ് ആയി. അപ്പോൾ ഒരു സൈഡിൽ ഈ അക്വിസിഷൻസ് ഫുൾ നമ്മൾ കേൾക്കണം, ഇപ്പുറത്തെ സൈഡിൽ രഞ്ജിത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. അന്ന് രാത്രി എൻ്റെ അടുത്ത് പറയണ പിറ്റേ ദിവസം വരെ എന്തിനാ ടെൻഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് അറിയില്ല സർ, എൻ്റെ വായിന്നൊന്ന് വേണ്ട, നാളെ പബ്ലിക് പ്രോസിക്യൂട്ടർ ലീവ് ആണെങ്കിൽ എന്ത് ചെയ്യും വക്കീലെ? എൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇതെന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്നാണ് തിരിച്ച് എന്നോട് ചോദിക്കണേ. അല്ല, ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ, ഒരു ടെൻഷനും വേണ്ട, നാളെ നമ്മൾ ഡീലാക്കും ഈ സാധനം. പിറ്റേ ദിവസം രാവിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ലീവാണ്. അപ്പോൾ വീണ്ടും ഒരു ദിവസം കൂടെ അകത്ത്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടർ ലീവ് എടുത്തപ്പോൾ ഞാൻ വക്കീലിനോട് പറഞ്ഞു, വക്കീലെ ജാമ്യം തള്ളാൻ പറ, എന്നിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ ഇവിടെ കൊടുക്കാം. കാരണം പുള്ളി ഒരു ഇതിനകത്തും പാർട്ടല്ല. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് കിട്ടാവുന്നത് ഡിലേ ചെയ്യാണ്. എന്നാലല്ലേ എനിക്ക് പ്രഷറിൽ ഞാൻ സെറ്റിൽമെന്റിലേക്ക് വരുള്ളൂ. അതെ, അങ്ങനെ. പക്ഷെ ആ ജഡ്ജ് വളരെ നല്ലൊരു ജഡ്ജായിരുന്നു. ആ ജഡ്ജ് പറഞ്ഞു ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം അവർക്ക് തോന്നിയിട്ടായിരിക്കും അവർ ജാമ്യം ഇഷ്യൂ ചെയ്തു. രഞ്ജിത്തിന് ഉച്ചയ്ക്ക് ശേഷം രഞ്ജിത്തിന് ജാമ്യം ഇഷ്യൂ ചെയ്തു. രഞ്ജിത്ത് വന്നു. പക്ഷേ ആ 2 ദിവസം ഒരു വനിത എന്നുള്ള നിലയിൽ, ഒരു ലേഡി അല്ലേ, ഒരു സൈഡിൽ ഭർത്താവാണ്, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുകയും വേണം, ഒരു സൈഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, ഒരു സൈഡിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുകയും വേണം. ആ ഒരു ഫൈറ്റ് എനിക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. സമൂഹം മുഴുവൻ താങ്കളെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ ക്രെഡിബിലിറ്റിയെ പോലും ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. പത്രത്തിലൊരു വാർത്ത വന്നാൽ മതി. അതും താങ്കളൊരു വനിത കൂടിയാണ്. എത്രമാത്രം പ്രഷർ താങ്കൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഊഹിക്കാനാവും. പിന്നീട് എന്താ സംഭവിച്ചത്? ഭയങ്കര പ്രഷറായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ഇപ്പോൾ ശരിക്കും ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടുള്ള, പൈസ മാറി ഒരാളുടെ ഈഗോയും മറ്റൊരാളുടെ ക്രെഡിബിലിറ്റിയും വിൻ ചെയ്യേണ്ട ഫൈറ്റായത്. അതിൻ്റെ ഫൈറ്റിൻ്റെ നേച്ചറേ മാറി. അപ്പോൾ ആ ഒരു ഫൈറ്റിന് ശേഷം ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകളോട് വിവരിച്ച അത്ര അതിനെ ഒരു ബിലിറ്റിലിംഗ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു സമൂഹത്തിലൊരു വനിത ഒരു വഞ്ചനാ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ ആ സമൂഹം ആ വനിതയെ നോക്കുന്ന രീതി എന്തായിരിക്കും? നമുക്ക് വരുന്ന ആ സമയത്തെ ഫോൺ കോൾസ്, മെസ്സേജസ്, നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ പോലും ഞാൻ കേട്ടേക്കണ നോയ്ക്ക് ഒരു പരിധിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം നോ എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പം ആരെങ്കിലും യെസ് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്. കാരണം പക്ഷെ അതിനകത്തൊരു ഗുണവും കൂടിയുണ്ട്. ആ നോ എന്നെ ആക്കിയ സ്ട്രെങ്ത് ഉണ്ടല്ലോ, എനിക്ക് തന്ന ആ ഒരു ശക്തി. കാരണം നമുക്കൊരാളുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ഇത് നോയാണോ യെസ് ആണോ എന്ന് കറക്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നോ വന്നാൽ നമ്മൾ എങ്ങനെ നമ്മളെ എക്യുപ്പ് ചെയ്യണം എന്ന് വരെ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ്. അതായത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അമ്മയുടെ സാരിത്തുമ്പിൽ നിൽക്കേണ്ട ഒരു പെൺകുട്ടി ഫുൾ വേൾഡിനെ ഫേസ് ചെയ്യാണ്. അലിഗേഷൻ എന്താണ്? പൈസ തട്ടിച്ചു. എന്നാൽ ഞാൻ തട്ടിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഫൈറ്റിലാണ് ഞാൻ നിൽക്കണേ. ഒപ്പം എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം എന്താ, ഈ ബിസിനസ്സിൽ എൻ്റെ ഇഷ്ടം കൊണ്ട് അദ്ദേഹം വന്നു, അദ്ദേഹം അതിനകത്ത് ബലിയാടായി. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ജേണി തന്നെയായിരുന്നു. എന്താ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഇപ്പം ചില ആൾക്കാർ ഡിപ്രഷൻ എന്ന് പറയുമ്പം എനിക്ക് ചിലപ്പം ഉള്ളിൽ ഞാൻ ആലോചിക്കാറുണ്ട്, അന്നൊന്നും എനിക്കത് പറയാനോ അത് മനസ്സിലാക്കാനോ എൻ്റെ ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ 2020 മാർച്ച് 23 നമ്മുടെ ലോക്ക്ഡൗൺ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ.
അന്ന് ആ ലോക്ക്ഡൗൺ സത്യം പറഞ്ഞ പ്രധാനമന്ത്രി എനിക്ക് വേണ്ടി തന്നൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമൂഹത്തെ ഫേസ് ചെയ്യണ്ടല്ലോ. 3 മാസം എനിക്ക് ആരെയും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 3 മാസം ഞാൻ ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് കരഞ്ഞ്, എന്നോട് തന്നെ സംസാരിച്ച്, എന്നെ തന്നെ ആശ്വസിപ്പിച്ച് ഞാൻ ഇരുന്ന ആ 3 മാസം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നൊരു ഗുണം അതാണ്. ഒരുപാട് ബന്ധങ്ങൾ, നെറ്റ്വർക്കിംഗ് ഇന്നത്തെ കാലത്തെ വേർഡാണ്. നെറ്റ്വർക്കിംഗ് നമുക്ക് നല്ലോണം കിട്ടും. അപ്പോൾ ആ 3 മാസം കൊണ്ട് ഞാനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിദ്വേഷം, എന്താ പറയുക, വെഞ്ചൻസ്. അതിൻ്റെ കറക്റ്റ് എനിക്ക് എൻ്റെ മലയാളം പറയാൻ അറിയാത്തതുകൊണ്ടാണ്. ഭയങ്കര വെഞ്ചൻസായി എനിക്ക്. പ്രതികാരം, എനിക്ക് ഭയങ്കര പ്രതികാര മനോഭാവമായി. എങ്ങനെ മറ്റേയാളെ എനിക്ക് തകർക്കണം, അയാൾക്ക് എങ്ങനെ അയാളെ ബുദ്ധിമുട്ടിക്കാം, പണി കൊടുക്കാം. അപ്പോൾ ഞാൻ ബിസിനസ്സിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യണം. എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ വെഞ്ചൻസിലാണ്. ഇങ്ങനെ അതിന് വേണ്ടി ഞാൻ ആൾക്കാരെ കാണാം, അഡ്വക്കേറ്റ്സിനെ കാണാം, എങ്ങനെ നമ്മൾ കേസിനെ ഇതിനെ റീറൂട്ട് ചെയ്യണം. പക്ഷേ ട്രസ്റ്റ് മീ, ആ സമയമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം സമയം എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ മനസ്സിൽ എന്ന് പ്രതികാരം വന്നു, എൻ്റെ ലൈഫ് കീഴ്പോട്ടാ പോയേക്കണേ. ഒരു മൊമെൻ്റ് ഉണ്ടായി എൻ്റെ ലൈഫിൽ, എന്നെ വളരെയധികം സഹായിക്കും എന്ന് വിചാരിച്ച വളരെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ ക്ലയൻ്റാണ്. അപ്പോൾ ഈ കേസ് A to Z അറിയാം. പുള്ളി വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ കേസ് വന്നപ്പോൾ ഒറ്റയടിക്ക് പുള്ളി പിന്മാറി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നോ എടുത്ത് ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. പക്ഷെ ആ വെഞ്ചൻസ് ഉള്ള ടൈമിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കോൾ വരികയാണ്. അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുന്ന വേർഡ് സോറിയാണ്. എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല പ്രിയനെ. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയയെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാനും പ്രിയയും തമ്മിൽ വളരെ മോശം ബന്ധമാണെന്ന് പറഞ്ഞ് ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങളിലും ഇതിലൊക്കെ കൊടുത്ത് നാണം കെടുത്തു. അപ്പോൾ എൻ്റെ കരിയർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് പ്രിയയെ സഹായിക്കാൻ പറ്റിയില്ല. അതൊരു കുറ്റബോധമായിട്ട് എന്ന് എൻ്റെ കുറ്റബോധമായിട്ട് മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരല്ല, കുഴപ്പമില്ല, അത് പറഞ്ഞല്ലോ, അത് മതി. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ഫോൺ എടുക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം അത് ഓക്കെ ആയി, ഫിനിഷായി. വയ്ക്കണേന് മുമ്പ് പുള്ളി ഒരു വാക്ക് പറഞ്ഞു, പ്രിയ ഉപദേശിക്കുക എന്ന് വിചാരിക്കരുത്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, സക്സസ് ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച്. കാരണം ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പ്രിയ റിവെഞ്ചിൻ്റെ പുറകെയാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ പ്രിയയുടെ വിജയത്തോളം വലിയൊരു റിവെഞ്ച് അയാൾക്ക് തിരിച്ചു കൊടുക്കാനില്ല. അത് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. ഞാൻ കുറേ നേരത്തേക്ക് എനിക്ക് തലയ്ക്ക് അടി കിട്ടിയ പോലത്തെ സെയിം ഇഫക്റ്റാണ് എൻ്റെ മനസ്സിൽ. ആ ഒരു സെൻറ്റൻസ്, സക്സസ് ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച് എന്ന് പറഞ്ഞ ഇമ്പാക്റ്റ് വലുതല്ല. ഞാൻ ഇന്ന് പറയും, അത് ദൈവമാണ് എന്നെ വിളിച്ചത്. കാരണം ആ മുന്നോട്ട് പോയ റിവെഞ്ചിൽ നിന്ന് എന്നെ പുറകോട്ട് വിളിച്ചത് ദൈവമാണ്. ഒറ്റ യൂ ടേൺ ആണ്. അന്ന് ആ ദിവസം തൊട്ട് പിന്നെ ഞാൻ റിവെഞ്ചിന്റെ പുറകെ പോയിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഫസ്റ്റ് ചെയ്ത സ്റ്റാഫ് മീറ്റിംഗ് ആണ്. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ഫ്രണ്ടിലുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും. എല്ലാ സ്റ്റാഫും കൂടെ നിന്നു. എല്ലാ സ്റ്റാഫും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു സെയിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കും, നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ആ 2 കൊല്ലം എൻ്റെ സ്റ്റാഫ് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. 2, എൻ്റെ എല്ലാ സപ്ലയേഴ്സിനെയും ഞാൻ വിളിച്ചു, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ ഇഷ്യൂ ഉണ്ട്, ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഞാൻ കാരണം നിങ്ങൾ ഫേസ് ചെയ്യും, പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യണം, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ഗുഡ്സ് വേണം. എല്ലാവരും തന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. 100 ആൾക്കാരിൽ 70 ആൾക്കാരും തന്നില്ല, 30 ആൾക്കാർ എനിക്ക് തന്നു. അത് മതി. ആ 30 ആൾക്കാർ വേറെ ആൾക്കാർക്ക് റെഫറൻസ് കൊടുത്ത് അവരിൽ നിന്ന് വാങ്ങിച്ചു തന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫാമിലി എന്താണ്? ഇതല്ലേ ഫാമിലി? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ. അപ്പോൾ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പൈസയില്ല കയ്യിൽ, എല്ലാം കൊണ്ടുപോയി. എൻ്റെ പാർട്ട്ണർ ഫുൾ തട്ടിച്ചു കൊണ്ടുപോയി. എൻ്റെ അഡ്വക്കേറ്റ്സുമാർക്ക് ഫണ്ട് ചെയ്ത് അവരുടെ കുടുംബമൊക്കെ ഞാൻ നന്നാക്കി. ഞാൻ വെളുത്തു അവസാനം. എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന സമയത്ത് എൻ്റെ
ബ്രദർ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഞാൻ പറയും എൻ്റെ ബ്രദറാണ്, ഫ്രം അനദർ മദർ. സ്വന്തം ഫ്ലാറ്റ് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ലോൺ എടുത്തിട്ട് എനിക്ക് കൊണ്ട് ഫണ്ട് തരികയാണ്. സ്റ്റാർട്ട് ചെയ്യും ബിസിനസ്, റീസ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒറ്റ സെൻറ്റൻസ്, സക്സസ് ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച്. അതിൽ നിന്ന് ഞാൻ എടുത്ത യൂ ടേൺ. എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി, എനിക്ക് എല്ലാ കാര്യങ്ങളും വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും റിവെഞ്ച് നമ്മളെ എവിടെ എത്തിക്കില്ല. എൻ്റെ ലൈഫാണത്. റിവെഞ്ചായിട്ട് ഞാൻ നിന്നിരുന്നെങ്കിൽ എന്ത് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ന് സക്സസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയോ, ദ ഹോൾ യൂണിവേഴ്സ് എൻ്റെ മുകളിലുള്ള, ഐ ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്, എൻ്റെ മുകളിലുള്ള എൻ്റെ യൂണിവേഴ്സ് ഫുൾ മാറി എന്നുള്ളതാണ്. എല്ലാവരും സഹായിക്കുകയാണ്. കാണുന്ന, അതായത് കിട്ടില്ല എന്ന് വിചാരിച്ച, കടം കൊടുത്ത് കിട്ടില്ല എന്നുള്ള പൈസ വരെ എനിക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അതൊരു ഡെസ്റ്റിനി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു DFAB എന്നുള്ള പേരിട്ടപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചോദിച്ചു, ഡി മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് വേർഡ് അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഡെഡിക്കേഷൻ ഡി ആണല്ലോ അല്ലേ? ഡിറ്റർമിനേഷൻ, ഡെവലപ്മെന്റ് ഡി അല്ലേ? ഇതെല്ലാം ഡിന്ന് തുടങ്ങിയതല്ലേ? അപ്പോൾ പോസിറ്റീവാണ്. വളർന്നോ? അത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ DFAB സേഫായി എന്നുള്ളതാണ്. അപ്പൊ വേറെ ഷോപ്പ് തുടങ്ങി. നമ്മളിപ്പോ നമുക്ക് 2 സ്റ്റോർ ഉണ്ട്. ഒരെണ്ണം നമ്മുടെ വൈറ്റ്ലയില്, രണ്ടാമത്തെ തൃപ്പൂണിത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഇസ് പെർഫോമിങ് വെരി വെൽ എന്നുള്ളതാണ്. അതിനിടയിൽ താങ്കൾ അവിടെ നിന്ന് മാറി ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങി. അന്ന് അതെവിടെയാ തുടങ്ങിയത്? ഞാൻ പരമ്പള്ളി നഗറിൽ നിന്ന് ചക്കരപ്പറമ്പിലേക്ക് വന്നു. ചക്കരപ്പറമ്പ്, അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ബിസിനസ് യാത്ര എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ചക്കരപ്പറമ്പിൽ വന്നു. വളരെ ഒരു ഒട്ടും മാനേജ് ചെയ്യാതെ ഇതായിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. അതിനകത്ത് ഒരു 2.5 കോടി രൂപയോളം മുടക്കിയിട്ട് ആ ബിൽഡിംഗ് നന്നാക്കി എടുത്തിട്ടാണ് ഞാൻ DFAB ചക്കരപ്പറമ്പ് 2017 സ്റ്റാർട്ട് ചെയ്യണേ. അതൊരു ലോങ് ടേമിലേക്ക് ലീസിനെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓണറായിട്ടൊക്കെ നന്നായി പോകുന്നു. അപ്പോഴും ഈ പാർട്ട്ണർ എന്ത് ചെയ്തു, ഈ നേരത്തെ പാർട്ട്ണർ ഈ ലാൻഡ് ലോഡിനെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ എന്നെ ചെയ്യിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 2023 എൻ്റെ അടുത്ത് പറയാണ്, 2022 അവസാനം പറയാണ്, ഇയാൾക്കൊരു വലിയ സെയിൽ വന്നു ഈ പ്രോപ്പർട്ടിയുടെ. അപ്പോൾ പ്രിയ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് സെയിൽ ചെയ്യായിരുന്നു. ലാൻഡ് ലോഡ് പറയാണ്. അപ്പോൾ മേടിക്കുന്ന ആളും എൻ്റെ ക്ലയൻ്റാണ്. ഇദ്ദേഹം ലാൻഡ് ലോഡിനെ അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര 2.5 കോടി രൂപ മുടക്കിയിട്ടുണ്ട്, എനിക്കൊരു കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഫിഗറിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്ത് എല്ലാം നന്നായി പോയി. ഞാൻ പുതിയ സ്ഥലം വൈറ്റ്ലയിൽ എടുത്തു, അഡ്വാൻസ് കൊടുത്തു, പണി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഓരോ സെക്ഷൻ പൊളിച്ച് തുടങ്ങി. ഒരു ഗഡു തന്നു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഗുണ്ടകളാണ്. ഈ ലാൻഡ് ലോഡ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളാണ് വരണേ. ഗുണ്ടകൾ വന്നിട്ട് പറയണു, നിങ്ങളുടെ ഇത് ഞങ്ങൾ അടിച്ചു പൊളിക്കും, ലാൻഡ് ലോഡ് കൊട്ടേഷൻ തന്നിട്ടുണ്ട്, കത്തിച്ച് കളയാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രശ്നം ഉണ്ടാവണ്ട. അപ്പോൾ ഇതൊരു ഗുണ്ടയാണ്, പ്രശ്നം ഉണ്ടാവണ്ട, നിങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോ, ഇല്ലെങ്കിൽ പണി വരും കേട്ടോ പുറകെ. അപ്പോൾ വീണ്ടും കോർപ്പറേറ്റ് ലൈഫ് ഹെൽപ്പ് ചെയ്തു. നേരെ DGPക്ക് കംപ്ലയിൻറ്റ് ചെയ്തു, ഇങ്ങനെ ഗുണ്ടകൾ വരുന്നു, ഞാനില്ലാത്ത സമയത്ത് കടയിൽ കയറുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. DGP നേരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. പക്ഷെ അവരതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കും? ക്രിമിനൽ കേസ് പ്രതിയാണ്. അപ്പം ഞാൻ എന്നെ ഉടായിപ്പ് എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് ഇവർ വച്ചേക്കണേ. അങ്ങനെ വീണ്ടും റിമൈൻഡർ മെയിൽസ് അയച്ചു, ഒരു ഇതുമില്ല, ഈ ഗുണ്ടകൾ വരുന്നുണ്ട്. പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ എണീക്കണത്, മാനേജർ വിളിച്ചു വേണം, മാഡം ഫ്രണ്ടിലുള്ള ഗ്ലാസ് എല്ലാം ഇൻ്റർലോക്ക് കട്ട വെച്ചെറിഞ്ഞ് തകർത്ത് പൊട്ടിച്ചിട്ടുണ്ടെന്ന്. ചെന്ന് നോക്കുമ്പോൾ ഫുൾ ഷോറൂമിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചേക്കാണ്. അങ്ങനെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, DCPയെ കണ്ടു, കമ്മീഷണറെ കണ്ടു. അപ്പോൾ ആരെ കണ്ടാലും നമ്മളുടെ ഈ കേസ് ഉള്ളതുകൊണ്ട് അവർ നമുക്കൊരു രീതിയിലുള്ള പ്രെജുഡീസ് ആയിട്ടാണ് കാണുന്നത്. ഇവർ ശരിയല്ല, അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഇടപെടാണെങ്കിൽ കള്ളത്തരായിരിക്കും. വീണ്ടും ഞാൻ പറഞ്ഞു, കാരണം ഈ ലാൻഡ് ലോഡ് പലപ്പോഴും ഈ കാറ് കൊണ്ട് വന്നിട്ട് അതിനകത്തൊരു ക്യാൻ ഓഫ് പെട്രോൾ കാണിച്ചിട്ട് പറയും, ഞാൻ ദേ കത്തിക്കും. അപ്പം ഞാനിത് പെർട്ടിക്കുലർലി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാൾ കത്തിക്കും എന്ന് പറയുന്നുണ്ട്. ഒക്ടോബർ 20 2024 23 കത്തിക്കുകയാണ്. കത്തിച്ചു കട.
ഗുണ്ടകളെ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പക്ഷെ അപ്പോഴും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. തൊട്ടപ്പുറത്ത് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആദ്യം എറിഞ്ഞു പൊട്ടിച്ചപ്പോഴും ഇവരാണ് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തത്. തീ കണ്ടപ്പോൾ തന്നെ ഇവർ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. ഇത് പ്രശ്നമുള്ളൊരു കടയായതുകൊണ്ടും ഇങ്ങനെ DGPക്ക് മെയിലും അതൊക്കെ പോകുന്നതുകൊണ്ട് പോലീസ് വെർ കോഷ്യസ്. അങ്ങനെ അവർ വന്നു, പെട്ടെന്ന് തീ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റ് അസൈഡ് ചെയ്ത് അവർ ഇതാക്കി. പക്ഷേ ആ ഒരു രാത്രി എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം സാധാരണ എൻ്റെ മൊബൈൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പോയാൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, അന്ന് മാത്രം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയി. വെളുപ്പിനെ 4 മണിക്ക് ഭയങ്കരമായിട്ട് ചുമ കുത്തി എഴുന്നേക്കാണ്. ഈ 4:20 എന്തോ ആണ് ഈ കോള് വരണേ, ഒരു അൺനോൺ നമ്പറിൽ നിന്ന്. ഞാൻ എടുക്കുമ്പോൾ പറയണേ പാലാരിവട്ടം പോലീസാണ് കേട്ടോ, നിങ്ങളുടെ കട കത്തിച്ചു, വേഗം വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ സ്റ്റോക്ക് ഉണ്ടോ കടയുണ്ടോ. കാരണം എന്നെ വിശ്വസിച്ച് കട നന്നേക്കണ സപ്ലയേഴ്സ് ഉണ്ട്. ഓൾറെഡി ഞാൻ ഇത്രയും പ്രശ്നത്തിലാണ്, പൈസയുടെ പ്രോബ്ലത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഹിറ്റ് എനിക്ക് താങ്ങാൻ ഒരിക്കലും പറ്റില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ അവിടെ വന്നപ്പോൾ എന്ത് പറ്റി, കുറച്ചങ്ങ് കത്തി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവർ കൺട്രോൾ ചെയ്തു. പക്ഷെ ഈ പൊടിയെല്ലാം പോയത് ഫ്രണ്ടിലുള്ള തുണിയിൽ, വൈറ്റ് കളർ എല്ലാ തുണിയിലും പിടിച്ച് എനിക്ക് ഒരുപാട് സ്റ്റോക്ക് ഡാമേജ് ആയിപ്പോയി. നഷ്ടം നന്നായി വന്നു. ആ സീസണിൽ എനിക്കൊരു കച്ചവടം പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അവിടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ? അതിലും വലിയൊരു രസം, ഏറ്റവും വലിയ രസം, പിറ്റേ ദിവസം കോമ്പറ്റീറ്റേഴ്സ് പറയാണ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കട കത്തിച്ചതാണ്. കടയുടെ ഇൻഷുറൻസ് തീർന്ന് അത് ഇൻഷുറൻസ് റിന്യൂ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പുതിയ കടയിലേക്ക് പോവല്ലേ, ഇനി എന്തിനാ എവിടെ ഇൻഷുറൻസ്, ഇനി ആ പൈസയും കൂടെ കളയാനാണോ എന്ന് ചോദിച്ചിട്ട് ഇൻഷുറൻസ് റിന്യൂ ചെയ്യാതെ 0 പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇത് കത്തുന്നത്. അപ്പോൾ ഇപ്പം ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. പാലാരിവട്ടം പോലീസ് ആദ്യമൊക്കെ എനിക്ക് തോന്നി ഇവർ ഭയങ്കര ബയസ്ഡ് ആയിട്ടാണ്, ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിയെങ്കിലും ഇന്ന് പ്രതികളെ എല്ലാം പിടിച്ചു. ഈ ലാൻഡ് ലോർഡും വൈഫും അവരുടെ 2 പെൺമക്കളും പ്രതികളാണ് FIRൽ. ഞാൻ ഇവർക്കെതിരെ മണി സ്യൂട്ട് ഫയൽ ചെയ്തു. അത് ഞാൻ കേസ് വിൻ ചെയ്തു. കോടതി ഉത്തരവിട്ടു പൈസ കൊടുക്കാനായിട്ട്. പക്ഷേ എത്ര പേർക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും? അതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതിനൊരു വിൽ പവർ വേണം, ഒരു മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ സർ, ഒരു പെണ്ണ് എന്നുള്ള ടാഗ് ലൈനിൽ എത്ര പേര് തളർത്താനുണ്ടാവും? എന്തിനാണ് ഈ പ്രശ്നങ്ങളുടെ പുറകെ പോകുന്നത് എന്ന് ചോദിക്കാൻ ആൾ കൂടുതൽ. അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചും കൂടെ രസകരമായിട്ടുള്ള ചോദിക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലാണ്ട് ഇവക്ക് ഇങ്ങനെ വരില്ല. അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഡബിൾ മീനിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്ത് നിന്ന്, ഞാൻ ഈ ഒരു ഫൈറ്റ് എൻ്റെ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഫസ്റ്റ് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അറിയോ, എൻ്റെ മകൾ ഒരിക്കലും അവളുടെ മക്കളുടെ മക്കളോടോ പറയരുത് എൻ്റെ അമ്മ പെട്ടുപോയി ബിസിനസ് ചെയ്തിട്ട്, എൻ്റെ അമ്മേനെ പെടുത്തിക്കളഞ്ഞു എന്നുള്ള ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മകൾ പറയരുത്. എൻ്റെ മകൾ പറയണം എൻ്റെ അമ്മയെ പെടുത്താൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഫൈറ്റ് ചെയ്ത് നിന്ന് സക്സസ്ഫുള്ളായി കാണിച്ചു, എൻ്റെ അമ്മയുടെ മോളാണ് ഞാൻ എന്ന് പറയണം. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രചോദനം. രണ്ടാമത്തത്, നമ്മളെ സംബന്ധിച്ച് ഒരു മിഡിൽ ഇൻകത്തിൽ നിന്ന് വരുന്ന ഏതൊരു പെണ്ണിനും ഭയമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയില്ലേ, തിരനിറച്ച തോക്കിനേക്കാൾ പേടിക്കണം തുനിഞ്ഞിറങ്ങിയ പെണ്ണിനെ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് നേടണം എന്ന് വിചാരിച്ചാൽ നേടാൻ പറ്റാത്തതായി ഈ ലോകത്തൊന്നുമില്ല. പക്ഷേ നമ്മളുടെ സൊസൈറ്റി നമ്മളൊരു പാറ്റേണിൽ വച്ചേക്കുകയാണ്. ആ പാറ്റേൺ നമ്മൾ എന്ന് പൊട്ടിക്കുന്നു അന്നേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും കെയർ ഓഫിൽ കിടക്കും. വൈഫ് ഓഫ്, ഡോട്ടർ ഓഫ്, സിസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ കിടക്കും. അത് കിടക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. അതിങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പെണ്ണുങ്ങൾ ബ്ലെസ്ഡ് ദേ ആർ. ഞാൻ പറയും, ഇപ്പം എന്നോട് ചോദിച്ചാൽ ഇഫ് ഐ ഹാവ് ഗോട്ട് എ പ്രൊട്ടക്ഷൻ ലൈക്ക് ദാറ്റ് ഐ വുഡ് ഹാവ് ബീൻ ദ ഹാപ്പിയസ്റ്റ്. പക്ഷേ ദൈവം എനിക്കത് വിധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് പൊരുതേണ്ടി വന്നു. കാരണം എന്നറിയോ, എൻ്റെ ഒരു ബർത്ത് എന്ന് പറയുന്നത് തന്നെ ഡെസ്റ്റിൻഡ് ആണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്ന് എൻ്റേതായിട്ടുള്ളൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യേണ്ട ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ കൂടെ, കാരണം ഞാൻ ഒരിക്കലും ഈ ട്രയൽ ഫേസ് ചെയ്യുന്നത് എൻ്റെ ഡിസിഷൻസിൽ നിന്നല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുത്ത ഡിസിഷൻസിൽ നിന്നാണ് ഞാൻ ഈ ട്രയൽ ഫുൾ ഫേസ് ചെയ്യുന്നത്.
ഇന്നും ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും ചാലുവാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മുട്ടു കുത്തുവാണെങ്കിൽ അത് ദൈവത്തിൻ്റെ മുന്നിലായിരിക്കണം, വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ ഇന്ന് വരെ മുട്ടുകുത്തി ശീലമില്ല. പണ്ടും പറയും, എപ്പോഴും എൻ്റെ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച എൻ്റെ സംസാരം. അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടും, തല താത്തടി എന്ന് പറയും അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ. അത് ആ തല ഉയർത്തി തന്നെ എനിക്ക് നിൽക്കണം. ഞാൻ ഒരിക്കലും അത് ഒരാൾക്ക് സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്ത് എൻ്റെ തെറ്റെല്ലാം മറയ്ക്കേണ്ട. ഞാൻ ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റ് ചെയ്ത് തന്നെ എനിക്ക് അതിനകത്തൊരു എന്താ പറയുക ഗ്ലോറി വേണം എന്നുള്ളതാണ്. അതാണ് ഡിഫാബിന്റെ ശരിക്കുള്ള ബാക്കിലുള്ള സ്പാർക്ക് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും. ഇന്നിപ്പോ എത്ര സ്റ്റോർ ഉണ്ട്? ഇന്നിപ്പോൾ 2 സ്റ്റോർ ഉണ്ട്. എവിടെയൊക്കെയാണ്? നമുക്ക് വൈറ്റ്ലയിലും തൃപ്പൂണിത്തുറയിലാണ് 2 സ്റ്റോർ ഉള്ളത്. എക്സലന്റ്. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇപ്പം നമുക്കൊരു 60+ സ്റ്റാഫ് ഉണ്ട്. എക്സലന്റ്. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്? എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ഒന്നിന് തുടങ്ങുകയല്ലേ സർ. എൻ്റെ ജീവിതം, എൻ്റെ ബിസിനസ് ജേണി എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനകത്ത് റിഗ്രറ്റ്സ് ഒന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ദിസ് ഇസ് എ ന്യൂ മീ. ഈ ഒരു വേർഷൻ ആവാൻ ഞാൻ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് അത്ര അധികമാണ്. പക്ഷെ ഈ ഒരു വേർഷൻ കൊണ്ട് എനിക്കൊരു ബെറ്റർമെൻറ്റ് ഉണ്ടാക്കുകയും വേണം. കാരണം ഇനി എനിക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറിയാണ്. തീർച്ചയായിട്ടും. പ്രിയ 2.0, ഡിഫാബ് 2.0 ഭാവി സ്വപ്നങ്ങൾ എന്താണ്? എൻ്റെ അന്നും ഇന്നും ഒരേ സ്വപ്നമാണ്, ഇതിനെ ഒരു ബ്രാൻഡാക്കണം. ഡിഫാബ് എന്ന് പറയുന്നത് ഹാസ് ടു ബി എ ബ്രാൻഡ്, നോട്ട് എ ഷോപ്പ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മരിക്കുമ്പോഴും പരിശ്രമിച്ചുകൊണ്ട് തന്നെ മരണപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മളെപ്പോഴും പറയാമല്ലോ, നമ്മളിപ്പോഴത്തെ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് ഗ്രോത്ത് അല്ലേ, സെൽഫ് കെയർ, ഗ്രോത്ത്, സെൽഫ് ബെറ്റർമെൻറ്റ്. പക്ഷേ എത്ര പേര് ഈ സെൽഫ് ബെറ്റർമെൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട പ്രൈസ് ചിന്തിക്കാറുണ്ട്? ഇപ്പം സാറ് ക്ലാസ്സസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. സാറ് പറയുന്ന കുറേ വാക്കുകളാണ് അല്ലേ. ഈ സെൽഫ് ബെറ്റർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സർ? ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കില്ലിങ് ദി ഓൾഡ് യു. കറക്റ്റ് അല്ലേ. നമ്മളുടെ പഴയ വേർഷനെ കൊന്നിട്ടാണ് നമ്മളുടെ പുതിയ വേർഷനിലേക്ക് വരുന്നത്. പഴയ വേർഷനെ കൊല്ലുന്നത് എളുപ്പമാണോ? ഞാനിപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള പ്രിയനെ. വളരെ എല്ലാവരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു പ്രിയനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഒരാൾ വന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നതെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു സെൽഫ് ബെറ്റർമെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സാക്രിഫൈസസ് എല്ലാവർക്കും പറ്റണം എന്നില്ല. പക്ഷേ ഇഫ് യു ചൂസ് ദാറ്റ്, ദാറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ബ്യൂട്ടിഫുൾ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ദാറ്റ് ലീഡ്സ് ടു മൈ ഫൈനൽ ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ പതറിയിട്ടുള്ള ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ള വനിതകളോട് പൊരുതി ജയിച്ച താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വനിതകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു വനിതയുടെ മനസ്സിൽ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ഇസ് ദ പ്രെജുഡിസ്. അപ്പുറത്തെ ആളെ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എന്ത് പറയും എന്നുള്ളതാണ്. ഒരു വോറും അപ്പുറത്തെ ആൾ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. നമ്മളുടെ ലോകമാണ്, നമ്മളാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരു ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാൻ ഞാൻ നടത്തുന്ന ഒരു സാധാരണ പോസ്റ്റ് മാഷിൻ്റെ മകൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിബഡി ക്യാൻ ഡു. ഈ സമൂഹത്തിൽ ആരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. കാരണം സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റിലല്ല നമ്മുടെ വീട്ടിലേക്കുള്ള അരി കിട്ടുന്നേ എന്നുള്ള ചിന്ത വന്നാൽ തന്നെ നമ്മുടെ പകുതിയല്ല 3/4 പ്രശ്നങ്ങളും സോൾവ് ആണ്. ഡിഫാബ് വളർത്തും, ഇനിയും പൊരുതാൻ തന്നെ 100% ഈ വിജയത്തിലേക്ക് കുതിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് താങ്കൾ ഈ പുഞ്ചിരിയോടുകൂടി എൻ്റെ മുന്നിലിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ കേട്ടു, പ്രിയ 2.0 എന്ന് ഞാൻ പറയും. പഴയ വേർഷന് ഒന്നുകൊണ്ട് പുതിയൊരു വേർഷൻ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നിരവധിയായിരിക്കാം. അവരുടെ മുന്നിൽ വൻ മതിൽ കെട്ടാൻ ആൾക്കാരുണ്ട്, നിലത്തേക്ക് തൊഴിച്ചിടാനും ആൾക്കാരുണ്ടാവും. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ചിലർ പ്രിയെ പോലെയാണ്, പൊരുതാൻ തയ്യാറാവും. അവർ അവരുടെ ബ്രാൻഡിന് വേണ്ടി നിലനിൽക്കും. അവരെ ചോദ്യം ചെയ്യുന്നവരെ തിരിച്ച് കത്തിയും കുന്തവും എടുത്ത് പുറകെ പോയി ആക്രമിക്കാനല്ല, അവരുടെ ഐഡൻറ്റിറ്റി അത് നിലനിർത്താൻ വേണ്ടി പൊരുതും. ചിലപ്പോൾ നമ്മുടെ സംരംഭകരുടെ ഇടയിൽ
പൊരുതി തിരിച്ചു വന്ന ഏതെങ്കിലും ഒരു കഥ പറയാനുണ്ടെങ്കിൽ അതിൽ പ്രിയയുടെയും ഈ പറയുന്ന DFABൻ്റെ കഥയും കൂടി ചേർത്ത് വയ്ക്കാതെ അത് പൂർത്തിയാവില്ല. നമുക്ക് നിരവധി വനിതാ സംരംഭകർ ഈ നാട്ടിലുണ്ട്. വനിതകൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളതെന്ന് ഞാൻ പറയില്ല. സംരംഭകർക്ക് പൊതുവെ ഇത്തരം അടിയും തൊഴിയും പുറകിൽ നിന്നുള്ള കുത്തുമൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ പോലെ പ്രതികാര ബുദ്ധിയോടുകൂടിയല്ല, വിജയത്തിലൂടെയാണ്. പ്രിയ നമുക്കെല്ലാവർക്കും തരുന്നൊരു മെസ്സേജുണ്ട്. നിലത്ത് വീണ് കിടക്കുന്നവർ ആരും തോറ്റിട്ടില്ല. വീണ് കിടന്ന് അവിടെ തന്നെ കിടന്നവർ തോറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് പൊരുതിയവരാരും തോറ്റിട്ടില്ല. വിജയത്തിൻ്റെ ആ പാതയിലേക്ക് കുതിക്കുന്ന പ്രിയ എല്ലാവർക്കും ഒരു നല്ല മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്ക് യു. ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ വളരെ എന്നെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് താങ്കളിപ്പോൾ. പൊരുതാൻ തയ്യാറായാൽ എന്ത് വിജയവും നേടാമെന്നുള്ളതിന് താങ്കൾ ഉദാത്തമായ ഉദാഹരണമാണ്. വളരെ സന്തോഷമുണ്ട് താങ്കളെ ഈ വേദിയിലിരുത്തി സ്പാർക്കിൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതിൽ. എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ തോന്നും എങ്ങനെയാണ് ഇത്രയും കരുത്താർജിക്കാൻ സാധിക്കുക. അതിൻ്റെ ഉത്തരം താങ്കളുടെ മെസ്സേജിൽ തന്നെയുണ്ട്. എനിക്ക് ഉറപ്പാണ് DFAB അതൊരു വലിയ ബ്രാൻഡാവും. താങ്കൾ കണ്ട സ്വപ്നങ്ങളിലേക്ക് താങ്കൾ എത്തിക്കുമെന്നുള്ളത് താങ്കളുടെ ആ മുഖത്തുള്ള ചിരിയും കോൺഫിഡൻസും ബോഡി ലാംഗ്വേജും തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.